ഒരു ആഫ്റ്റർ ബിഫോർ വീഡിയോ ഉണ്ടോന്ന് കിച്ചണിൽ സ്ലാവിൻ്റെ മുകളിൽ ഗ്രാനൈറ്റിൻ്റെ മുകളിലായിട്ട് സിങ്ക് വെക്കുന്ന ഒരു വർക്കാണ് ഇന്നത്തെ വീഡിയോയിൽ. പല രീതിയിലും സിങ്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഏതാണ് വേണ്ടതെന്ന് വീട്ടുകാരോട് ചോദിച്ച് വീട്ടുകാർ പറഞ്ഞ ആ ഒരു രീതിയിലാണ് കേട്ടോ ഇവിടെ സിങ്ക് ഫിറ്റ് ചെയ്യുന്നത്. ഗ്രാനൈറ്റ് ഫിറ്റ് ചെയ്തതിന് ശേഷം സിങ്ക് വെക്കാൻ വേണ്ടിയിട്ട് സിങ്കും അതിൻ്റെ ആയിട്ട് ഒട്ടിക്കാനുള്ള പശയും കൂടി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്യാപ്പ് ഗ്രാനൈറ്റ് കൊതച്ച് വെച്ചതാണ് ആദ്യം. സിങ്ക് ഫിറ്റ് ചെയ്യാൻ പലതരത്തിലുള്ള പശകളുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിന്നിവിടെ വാങ്ങിയത് ഗ്ലാഡെക്സിൻ്റെ പശയാണ്. അപ്പോൾ പശ വാങ്ങുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് ഒക്കെ നല്ലപോലെ നോക്കണം. അതേപോലെ തന്നെ മിക്സിങ് നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നമല്ല, നല്ല സീറ്റിങ്ങിൽ സെറ്റായി നിൽക്കും. നല്ലപോലെ പശ മിക്സ് ചെയ്തിട്ട് നമ്മൾ സെറ്റാക്കിയിട്ട് സൈഡിലൂടെ അപ്പോക്സിക്കുള്ളൊരു ഗ്യാപ്പും കൂടി വെക്കുക. നല്ല രീതിയിൽ നല്ല ഫില്ലായിട്ട് അപ്പോക്സിങ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നമല്ല, നല്ല സൂപ്പറായിട്ട് നിൽക്കുകയും ചെയ്യും, ലീക്കേജും ഉണ്ടാവില്ല. പശ ഇട്ടതിന് ശേഷമായിട്ട് സിങ്കിൻ്റെ ഉള്ളിൽ ഒരു വെയിറ്റ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ ഇത് അമർന്ന് നിന്നോളും, എല്ലായിടത്തും നല്ല സീറ്റിംഗ് ആയിട്ട് നിൽക്കുകയും ചെയ്യും. സിങ്ക് സീറ്റിംഗ് ആക്കി വെച്ചതിന് ശേഷമായിട്ട് സൈഡിലായിട്ട് ബ്ലാക്ക് അപ്പോക്സി ഫില്ലാക്കി കൊടുത്തിട്ട് അവസാനമുള്ള ഒരു ഫിനിഷിംഗ് ആണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. സ്ലാവിൻ്റെ സൈഡിലായിട്ട് ഒരു 4 mm ഒരു പീസ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ, വെള്ളം കൊണ്ട് വരാതെക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ വീട്ടിലുള്ള ആൾക്കാർ പറയുന്ന പോലെയാണ് നമ്മൾ ചെയ്യൽ. അപ്പോൾ ഒരു പറഞ്ഞതാണ് സൈഡിൽ ഒരു പീസ് വെച്ച് കൊടുക്കാൻ. ചില ആൾക്കാർ ആ പീസ് വെക്കണ്ടെന്ന് പറയും. അപ്പോൾ വീട്ടുകാരുടെ ഇഷ്ടത്തിന് നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.